ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ട്രെയിലർ റിയാക്ഷൻ അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വെള്ളിയാഴ്ച ഡിസംബർ മാസം 20-ാം തീയതി 2024 മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. മികായൽ എന്ന് പറഞ്ഞ നിവിൻ പോളി പടത്തിലെ ഹനീഫ് അദേനി എന്ന് പറഞ്ഞ പുള്ളി സംവിധാനം ചെയ്ത മികായൽ എന്ന് പറഞ്ഞ സിനിമയിലെ മാർക്കോ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് മൂവി ആയിട്ടാണ് ഈ മാർക്കോ വരുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയാലും ആദ്യമായിട്ട് ഇവരിറക്കിയ ഉണ്ണിമൂന്തര ലുക്കിലൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി പോയി. ഹനീഫ് അദേനി എന്നുള്ളൊരു പേര് ഒഴിച്ച് എന്നുവെച്ചാൽ അത്ര ഒഴിച്ച് എന്നുവെച്ചാൽ കൂറപ്പടം എടുത്താൽ കൂറപ്പടം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അതിൽ വേറെ ഒന്നും വിചാരിക്കരുത്. പുള്ളീൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയെങ്കിലും, കാരണം മികായൽ ഒരു ഭയങ്കര ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അല്ലാതെ ഉലക്കച്ചക്കച്ചക്കയും പുള്ളീൻ്റെ മറ്റേ കുറച്ച് പഞ്ച് ഡയലോഗും അതൊന്നും അല്ല. പടത്തില് വേറെ ഒന്നും ഇല്ലടേ. നമുക്ക് ജസ്റ്റ് ആ പ്രായത്തിൽ കണ്ടപ്പോൾ പൊളി പടമെന്ന് എനിക്ക് തോന്നി. പക്ഷെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതൊന്ന് വെറുതെ ഇട്ട് കാണാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. സീൻസൊക്കെ ഭയങ്കര ഇങ്ങനെ തോന്നിപ്പോയി. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ന്യൂബോളിന്റെ 2-3 കിടില സാധനങ്ങളൊക്കെ ഉണ്ട്. ആ കോളേജിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റുന്ന സാധനം, പിന്നെ ഉണ്ണിമൂന്നിന്റെ ആയാലും വീട്ടിൽ മറ്റേ കുളിച്ചിട്ട് അണ്ടർവെയറോടുകൂടി മറ്റേ ജാഗ്വാറിൽ കയറി പോകും. ജാഗ്വാറാണ് ഏത് കാരണം അതിൽ കയറി പോകുന്ന സാധനം. ഇങ്ങനത്തെ കുറെ കിടിലൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സിദ്ദിഖിക്കാൻ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കിടിലൻ സീനുണ്ട്. ഒരു വില്ലനിസം അത്രത്തോളം പുറത്ത് വരുന്നത്. എന്നാൽ പുള്ളി ഒരു അപ്പനായിട്ടും കൂടി നമ്മളെ ഒരേ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും, ശോകം എന്തൊരു കഷ്ടോടെയെന്ന് ഇങ്ങനെ തോന്നും ചെയ്യും. എന്നാൽ ഇങ്ങേരിൻ്റെ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പോവോ വില്ലനായിട്ട്, അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. പിന്നെ അത്ര ഇതൊന്നുമല്ല, വലിയ മറ്റിടത്ത പടമൊന്നുമല്ല, ചുമ്മാ കണ്ടിരിക്കാന്നുള്ള ഒരു പടം മാത്രമാണ്. അതില് ആ ഒരു പർട്ടിക്കുലർ പടത്തില് അവസാനത്തെ ഒരു ഫൈറ്റില് ഉണ്ണിമൂന്ത ഭയങ്കര എളുപ്പമായിട്ട് ഭയങ്കര ഈസി ആയിട്ട് മറ്റേ എന്താണ് ഓരോ മർമ്മമൊക്കെ നോക്കി ഓരോ വെട്ടൊക്കെ കൊടുത്ത് ഉണ്ണിമൂന്തനെ കൊല്ലുന്നുണ്ട്. അപ്പോ ഈ സിനിമ ഇപ്പൊ വരുന്ന മാർക്കോ എന്ന് പറഞ്ഞ സിനിമ മിഖായിൽ യൂണിവേഴ്സ് ആണെന്നൊക്കെ വിചാരിക്കുന്നവര് പൊട്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. ഇനി അവരാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ദിസ് ഇസ് എ സ്പിൻ ഓഫ് മൂവി. അട്ടർ വയലൻസും ഭയങ്കര കോൾഡ് ബ്ലഡർ ആയിട്ടുള്ള ഇതും അവര് ടൈറ്റിൽ തന്നെ ഇറക്കിയിരിക്കുന്നത് ലെറ്റ്സ് കട്ട് ദ ബ്ലഡി ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാണ് അവരൊരു ടൈറ്റിൽ തന്നെ ഇറക്കിയിരിക്കുന്നത്. അപ്പോ നമുക്ക് ഒരു രീതിയിലും അങ്ങനെ വ്യാഖ്യാനിക്കാനേ പറ്റൂല. മിഖായൽ എന്ന് പറഞ്ഞ പടം അവിടെ തീർന്നു. ഇനി ഈ ഒരു സിനിമ മിഖായലിന്റെ ആ ഒരു ക്യാരക്ടർ സ്പിൻ ഓഫും പിന്നെ സിദ്ദിഖിക്ക് ഉണ്ടാവാം, വേറെ ഏതൊരു ഡോക്ടർ കഥാപാത്രം ആരുടെ ഒരു പിക്ചർ എന്തോ ടീസറിലെ എവിടെയോ കണ്ടുപോയി എന്ന് പറഞ്ഞൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ദിസ് ഇസ് എ മിഖായൽ യൂണിവേഴ്സ്, ന്യൂബോളിന്റെ ക്യാമിയോ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഉണ്ടായാൽ എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊന്നും ഉണ്ടാവില്ല. ഇനി അല്ലെങ്കിൽ തന്നെ ഉണ്ടാവരുത്. കാരണം അതവിടെ തീർന്നു. ഇതൊരു കംപ്ലീറ്റ്ലി എൻ്റയർലി ഒരു വേറെ ഒരു വേൾഡിൽ നടക്കുന്ന ഒരു സംഭവമായിരിക്കണം. മാർക്കോ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം ഈ പടത്തിൽ മരിച്ചെങ്കിലും പുള്ളീന്റെ പാസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അത്രത്തോളം വയലന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പുള്ളീനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു രീതിയിൽ തന്നെ ഇതിൽ അവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വയലൻസിന്റെ ഇഷ്യൂ, സെൻസർ ബോർഡ് ആയി കുറെ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് മറ്റേ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ. അതിലെന്തോ ചെറിയ പിള്ളേരുടെ തല മറ്റേ സ്മാഷ് ചെയ്ത് സിലിണ്ടർ വെച്ച് സ്മാഷ് ചെയ്ത് പൊളിക്കുന്ന സാധനം, പിന്നെ ഒരു കൊച്ചിനെ എന്തോ തൂക്കിയിട്ടിരിക്കുന്ന സാധനം, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീനെ എന്തോ ഹരാസ് ചെയ്യുന്നതോ കൊല്ലുന്നതോ അങ്ങനത്തെ എന്തൊക്കെ ആയിട്ടുള്ള ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഭയങ്കര ഗോറൊക്കെ ഉള്ള സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെന്ന് അവര് സെൻസർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവര് ട്രിം ചെയ്ത് കുറെയൊക്കെ കളഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. സോറി. അപ്പോൾ എനിക്ക് അതിനോടൊട്ടും ഒരു യോജിപ്പില്ല. എന്ന് വെച്ചാൽ ആ സീൻസ് എടുത്തത് കൊണ്ടല്ല, ആ സീൻസ് സെൻസർ ചെയ്തുകൊണ്ട്.
കാരണം പുറത്ത് നിന്നൊക്കെ പറയുകയാണെങ്കിൽ R-rated ആയിട്ട് വരെ സിനിമ ഇറക്കുന്നവരുടെ അടുത്ത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനത്തെ സിനിമ ഇറക്കിക്കൂടാ എന്ന് എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ സംഭവം അവർ കാണിക്കുന്നു, ശരി, അതൊരു ഡയറക്ടറിന്റെ വിഷനാണ്, ഡയറക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പുള്ളീന്റെ സിനിമ. പുള്ളീന്റെ സിനിമയിൽ എന്തൊക്കെ സീൻസ് വേണം, ആരൊക്കെ എന്ത് ചെയ്യണം, എവിടേക്ക് എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സെൻസർ ബോർഡുകാർക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ്റെ വലിയ മറ്റവനായിട്ട് സെൻസർ ബോർഡിനെ വെല്ലുവിളിക്കണമെന്നൊന്നും ആരും പറഞ്ഞു കളയില്ലാടെ. എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു POV ആണ് ഞാൻ പറഞ്ഞത്, എനിക്കും പറയാമല്ലോ. അപ്പോൾ ആ സാധനങ്ങൾക്ക് നിങ്ങൾ ഏത് റേറ്റിംഗ് വേണമെങ്കിൽ A+, A മൾട്ടിപ്പിളോ എന്ത് വേണമെങ്കിൽ കൊടുത്തോ, പിള്ളേരെ ഒന്നും തിയേറ്ററിന്റെ നടയെ പോലും കയറ്റരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കിക്കോ തിയേറ്റർ ഓണേഴ്സിനെ. ബട്ട് അങ്ങനെയൊക്കെ സെൻസർ ചെയ്ത് കളയേണ്ട കാര്യം എന്താണ്? കുറെ പേര് ഇതിനെതിരുണ്ടാവും അങ്ങനത്തെ സീൻസ് ഒക്കെ കണ്ടിരിക്കാൻ. എൻ്റെ ഒരു പേഴ്സണലി ഞാനിപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പമാണ്. പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനത്തെ സീൻസ് ഒന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റൂലടേ, നന്നായി എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പോഴും ഓരോരുത്തർക്കും അങ്ങനത്തെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. എനിക്കിപ്പോ എന്റെ രീതി ഇങ്ങനെയാണ്, നിങ്ങളെ എങ്ങനെയാണെന്ന് ഒരു ഉറപ്പുമില്ല. മാത്രമല്ല ഈ പടം ഫാമിലി ഓഡിയൻസ് കാണുമെന്ന് പോലും എനിക്കൊരു ഉറപ്പുമില്ല. അത്ര വയലന്റ് ആയിട്ട് ഒരു ജോൺ വിക്ക് മോഡ് പടം എന്നൊക്കെ പറയണ പോലത്തെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ അതൊന്നുമല്ല, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു പടമാണെന്നാണ് ഞാൻ കേട്ടത്. ഈ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഡയറക്ടറെ മാറി ചിന്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം മികായൽ കണ്ടപ്പോഴാണെങ്കിലും ബോസാങ്കോ കണ്ടപ്പോഴാണെങ്കിലും ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു മൊത്തം. അതിൽ നിന്നൊക്കെ ഭയങ്കര ദൂരോട്ട് മാറി ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ ഒരു സെൻസറിങ്ങിന്റെ ഇഷ്യൂ വന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ 2 കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, മറ്റേ വീഡിയോന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോയാൽ മതിയായിരുന്നു, ഒപ്പീനിയൻ വീഡിയോന്റെ. പക്ഷെ അതല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. കാരണം ചുമ്മാ ഒന്നുമില്ല, കാശ് കൊടുത്തല്ലേ പടം കാണാൻ പോണത്. അത് കാണുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇപ്പൊ റിവ്യൂ കേട്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ ഉള്ളവരുടെ അവസ്ഥ എനിക്ക് പണ്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഒന്നെങ്കിൽ വൈകുന്നേരമാണ് പടം കാണണമെങ്കിൽ ഫോൺ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുക ചെയ്യാം. ഞാൻ ഫോണേ എടുത്തു നോക്കൂല. വൈകുന്നേരമാണ് ഇങ്ങനത്തെ ഒരു വലിയ ബ്രഹ്മാണ്ഡ പടം ഒക്കെ കാണാൻ പോവാണെങ്കിൽ. ഇനി അതല്ല, നെഗറ്റീവ്സ് കേട്ടാലും ഞാൻ പോയി സിനിമ കണ്ടിട്ടേ ഞാൻ തീരുമാനിക്കുള്ളൂ സിനിമ നല്ലതാണോ ചീത്തയാണോ. അങ്ങനെയാണ് ഞാൻ എന്റെ ടേസ്റ്റ് വേറെയാണ്. എനിക്ക് പല പടങ്ങളും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പല പടങ്ങളും കുറെ ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ കുറെ പേര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അയ്യേ ഇതെന്തൊരു പടം തോന്നി. അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പടവും എല്ലാവരും ഇഷ്ടപ്പെട്ട് വിജയിച്ചു പോയിട്ടില്ല, എല്ലാത്തിനും ഹേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു കേസ് മാത്രം, ഉണ്ണിമുകുന്ദൻ നല്ലൊരു സ്റ്റാർ തന്നെയാണ്, നല്ലൊരു നടനാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നടനാണ്. പുള്ളി ആ പടത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. മികായലില് കുറച്ചേ ഉള്ളെങ്കിലും ഡയലോഗ്സിനൊക്കെ അത്രത്തോളം ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താണ് ആ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിരുന്നത്. അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ, കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നവരെ കാണിച്ചിട്ടുള്ള ഒരു പടമായിട്ട് നമുക്ക് കാണാം. ജഗദീഷ് ചേട്ടനൊക്കെ ഭയങ്കര ഹൈപ്പാണ് കയറ്റി ചെയ്യുന്നത്. ഞാൻ ഇത്രത്തോളം പറഞ്ഞെങ്കിലും ഞാൻ ഒട്ടും ഓവർ ഹൈപ്പല്ല. എൻ്റെ എന്താ പറയാ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ എക്സ്പെക്ടേഷനും എൻ്റെ തോട്ട്സും ആവണം സിനിമ തൊണ്ടയ്ക്ക് ഒരു ഹിച്ച് അതാണ്. എൻ്റെ എക്സ്പെക്ടേഷൻസും എൻ്റെ തോട്ട്സും ആവണം സിനിമ എന്നുള്ള ഒരു എന്താ വാശി എനിക്കില്ല. അതൊക്കെ പണ്ടേ വിട്ടതാണ്. അങ്ങനത്തെ ഒക്കെ കുറെ ചിന്തിച്ചൊക്കെ പോയിട്ട് നമുക്ക് അവസാനം ഒന്നും കിട്ടില്ല. ബിരിയാണി പ്രതീക്ഷ പോയിട്ട് കഞ്ഞി പോലും കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ കാര്യം ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ 20-ാം തീയതി കാണാം. ബൈ ബൈ.